ഇവിടെ ഒന്നും നമുക്ക് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വളരെ വേദനയോട് കൂടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഇത്രയും സംസാരിക്കാത്ത ആളാണ്. വർഷങ്ങൾക്ക് ശേഷം OTT-യിൽ ഇറങ്ങിയപ്പോൾ വിനീത് ശ്രീനിവാസൻ എയറിലായി. ഇത് പറഞ്ഞത് പ്രേക്ഷകരല്ല, സഹോദരൻ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡ്രാമയാണ്. ഡ്രാമ എങ്ങനെ TV-യിൽ കണ്ടാലും നമുക്ക് ബോറടിക്കും. ഡ്രാമ അതുപോലെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡ്രാമയൊന്നും ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന് TV-യിൽ കണ്ടിരിക്കാൻ പറ്റില്ല. അത് സത്യാവസ്ഥയാണ്. ലാഗ് ഉണ്ടാവും, നമുക്ക് ഇതെന്താ ഇതൊന്നും നീങ്ങാത്തെന്ന് തോന്നും, ബോറടിക്കും. അപ്പം ചില സിനിമകൾ അതേ നമുക്കിപ്പം വേറെ സിനിമകൾ ഓളമുള്ള അപ്പോൾ ആവേശമായിക്കോട്ടെ, 2 കൺട്രീസും മറ്റേ അടികപ്പിയാരെ ഇതുപോലെ ദിലീപേട്ടൻ്റെ സിനിമകളൊക്കെയാണ് നമുക്ക് എത്ര വേണം റിപ്പീറ്റ് വേണം. എന്നാൽ ധ്യാൻ നൈസായി തന്റെ ഇമേജ് നിലനിർത്തി വിനീതിനെ സോഷ്യൽ മീഡിയയ്ക്ക് ട്രോളാൻ ഇട്ടുകൊടുത്തു എന്ന തരത്തിൽ മോശം കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. എന്നാൽ വിനീത് ശ്രീനിവാസന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി പലരും സിനിമ വലിച്ചു കീറുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ കടുത്ത തീരുമാനമാണ് തന്റെ അടുത്ത സിനിമയിൽ വിനീത് ശ്രീനിവാസൻ എടുത്തിരിക്കുന്നത്. തന്റെ സ്ഥിരം ടീമിലെ ആരെയും തന്റെ അടുത്ത പടത്തിൽ ഉൾപ്പെടുത്തില്ല എന്നും പുതിയൊരു ടീമായാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നും കഴിഞ്ഞ ദിവസം താരം പറഞ്ഞിരുന്നു. കൗമുദിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: നമുക്ക് അടുപ്പമുള്ള ആളുകൾ വരുമ്പോൾ അതൊരു സുഖമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കാസ്റ്റിംഗ് ആവർത്തിക്കുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതൊരു പരാതിയായി മാറും. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയിൽ ഇവരെ ഒന്നും ഉൾപ്പെടുത്തില്ല. ഇതുവരെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ലാത്ത ഒരു ടീമുമായി സഹകരിക്കാനാകും ശ്രമിക്കുന്നത്. എന്തായാലും ധ്യാൻ എല്ലാ ഇന്റർവ്യൂവിലും പോയി ചേട്ടൻ എയറിലാണെന്നും തനിക്ക് ആവേശമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ അത് ട്രോളന്മാർ വിനീത് എന്ത് ചെയ്താലും ട്രോളാനുള്ള ഒരു ലൈസൻസ് ആക്കുമെന്നാണ് കമന്റുകൾ വരുന്നത്. നിങ്ങളൊരു വിനീത് ശ്രീനിവാസൻ ഫാൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.